ഒരിക്കലും സിനിമ എന്നുള്ള എൻ്റെ അഭിനയ ജീവിതം ഒരിക്കലും ഞാൻ വിടില്ല. അത് വിടില്ല. ഒരിക്കലും വിടില്ല. അതിന് സിനിമ ഇല്ലാതായാൽ പോലും, എന്നെ ആരും വിളിച്ചില്ലെങ്കിൽ പോലും, എനിക്ക് സിനിമകൾ അവസരം നഷ്ടപ്പെട്ടാലോ, എനിക്ക് എൻ്റെ അഭിനയം അങ്ങനെ ഞാൻ ഒരിക്കലും സിനിമ വിടില്ല. സിനിമയല്ല, അഭിനയം നിർത്തില്ല ഞാൻ. അത് നമുക്ക് എത്ര വർഷമായി. എനിക്ക് വലിയ പ്രായം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങിയില്ല. എൻ്റെ വളരെ കുട്ടിക്കാലം തൊട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അഭിനയം വിടില്ല. അഭിനയിച്ചുകൊണ്ടേയിരിക്കും. സിനിമ, നാടകം എല്ലാം ഉണ്ടല്ലോ നമുക്ക് മാധ്യമങ്ങൾ. ഇതിനു ശേഷം ഈ ആനന്ദങ്ങാടിന് ശേഷം ഇപ്പൊ വരുന്ന റിവ്യൂസിനകത്തും അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന ഈ അഭിനന്ദന പ്രകടനങ്ങളുടെ ഒക്കെ ഇടയില്, ഈ വരുന്ന അപ്രീസിയേഷൻസിന്റെ ഇടയില് ആരെങ്കിലും പറയുന്നുണ്ടോ ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, അങ്ങനെ പറയുന്നവരുണ്ടോ? ഒത്തിരി പേര്. അതായത് ഈ അങ്കമാലിയില് ഈ അപ്പാനിയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഡെഫിനറ്റ്ലി ഒത്തിരി പേരുണ്ട്. അപ്പം അവര് ഈ ഭാര്യയായിട്ട് വഴക്ക് കൂടിയിട്ടേ അയാൾ ആ കുട്ടിയെ പിടിച്ചിട്ട് പുറത്ത് പോയി നിൽക്കുമ്പോ യൂക്ലാംബുരാജ് വന്ന് പുറത്ത് കൈ, ഓ അവരൊന്ന് ക്രിമിനൽസ് ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ഇടയിലത്തെ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഫാമിലി ഉണ്ടല്ലോ, ക്രിമിനൽസിന് ഫാമിലി ഉണ്ടാവും. ആ വാംത്ത് കാണിച്ചിട്ട് ആ സട്ടിലിറ്റി. കാര്യം ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നതിന് താല്പര്യം ഇല്ല അപ്പൊ എനിക്ക് ആ സമയത്ത്. പക്ഷെ ഇവൻ കാരണം, അളിയൻ കാരണം ഇങ്ങനെ പ്രശ്നവും ഉണ്ടായി. എന്നാ എനിക്ക് എന്റെ മറ്റേ വില്ലനിസം വിടാനും പറ്റൂല. കൊച്ചായി, കുടുംബമായി, എങ്ങനെയെങ്കിലും ഞാൻ പോർക്ക് വെച്ചോടൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കി. ഇവൻ കാരണം നടക്കുന്നതുമില്ല. അതിന്റെയൊക്കെ ഉള്ളൊരു ദേഷ്യത്തിൽ പുറത്തിറങ്ങി നിന്നതാണ് ആ സമയത്ത്.